അപ്പോൾ ഹായ് ഗായ്സ്, എക്സ് ഗെയിമറുമായിട്ട് APBക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്ന ഗെയിമാണ് നമ്മുടെ ഡ്രൈവ് CSX. നമ്മളിന്ന് നേരത്തെ നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, പാർട്ട് 1-ൻ്റെ. നമ്മൾ പക്ഷേ ഇത് ലോങ് വാട്ടർ ടെസ്റ്റാണ്. നമുക്കപ്പോൾ ആദ്യം പതിയെ പോയി നോക്കാം. എൻജോയ് വെയിലറൊക്കെ ആവും ഗായ്സ്. എൻജോയ് വെയിലറായി ദൂരത്തെത്തും. ബ്രേക്ക് ഇങ്ങനെ ചവിട്ടി വാ. ഓക്കെ ഗായ്സ്, ഫ്രണ്ട് അപ്പം തന്നെ ഇങ്ങനെയുണ്ട് ഒരുമാതിരി. ശരി വരിക ഗായ്സ്. ഇതിന് ചപ്നി പോന്താ. നമുക്കിനി ഡോഡ്ജിൻ്റെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഡോഡ്ജ് നമ്മൾ വെള്ളത്തിൽ കറങ്ങി. ഓക്കെ, ബ്രേക്ക്. അത് റിവേഴ്സ് പോയില്ല. ഇതിൻ്റെ ഫ്രണ്ട് കാണണമെങ്കിൽ കുറച്ച് പാടായിരിക്കും വയസ്സ്. എന്നാലും കുഴപ്പമില്ല, റിവേഴ്സ് പോയില്ല വയസ്സ്. നമ്മളിപ്പോൾ റിസ്റ്റാർട്ട്. നെക്സ്റ്റ് വണ്ടി നമ്മളെ പാരീസ്, നമ്മുടെ റാലിക്കൊക്കെ പോണ വണ്ടിയാണ്. അപ്പോൾ ഇത് നോക്കാം. എല്ലാ വണ്ടി എത്തിയായിരിക്കും, പക്ഷേ എന്നാലും നോക്കാം വയസ്സ്. ഇത്ര ഉണ്ടെന്നാലും ഫെയിലറായി. നമ്മളിങ്ങനെ ബ്രേക്ക് ഇങ്ങനെ ഞെക്കുക, അങ്ങനെ ഞെക്കി ലാസ്റ്റ് ആകുമ്പോൾ ഇവിടെ ഇരിക്കും. ഓ, ഇതൊരുമാതിരി ഫ്രണ്ട് ചപ്പിളി പോലെ. റീസ്റ്റാർട്ട്. ആഡ്. അങ്ങനെ ആഡ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ലാൻഡ് റോവറിൻ്റെ റേഞ്ച് റോവർ എടുത്തേക്കാണ്. നമ്മൾ വെള്ളത്തിൽ കിറക്കി. ഓ, എൻജോയ് ഫെയിലറായി. എൻജോയ് ഫെയിലർ എവിടെ നിന്ന് വെച്ചാണ് എൻജോയ് ഫെയിലർ ആവണേ. അപ്പോഴത്തേക്കും ബ്രേക്ക് ഇടിച്ചു. ഓ, അയ്യോ, ശേതാ വണ്ടിയുടെ ടയറൊന്നും കാണാനില്ലല്ലോ. ബ്ലിച്ചടിച്ച് വണ്ടിയുടെ ഭാഗമൊക്കെ ഫ്രണ്ടിലേക്ക് കയറിപ്പോയി. പക്ഷെ നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട്. നെക്സ്റ്റ് നമ്മുടെ ജി വാഗൻ. വാവ്, ജി വാഗൻ കോട്ടെ. വണ്ടിയുടെ എൻജിൻ ഇപ്പോഴാണ് ഫെയിലറാണ്. അപ്പോൾ ബ്രേക്ക് കൊടുക്കണം. നമ്മൾ ഞെക്കി മാത്രം മതി, ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഞെക്കി കൊടുക്കണം. ഓ ഷിറ്റ്, വണ്ടിയുടെ ഒരു ടയർ കാണില്ല. വണ്ടിയുടെ ഒരു ദേ കിടക്കണു. എയർ ബാഗൊക്കെ പൊട്ടി. ഉള്ളിയത്തെ ഭാഗം കാണിച്ചു തരാം. എയർ ബാഗൊക്കെ പൊട്ടി. റീസ്റ്റാർട്ട് അടിക്കുക. നമുക്ക് ഇനി ഇൻറ്റീരിയർ റിവ്യൂ കാണാം. നമ്മുടെ നിസാൻ GT-R. നമ്മൾക്ക് ഇൻറ്റീരിയർ വ്യൂ അല്ലെങ്കിൽ വേണ്ട, ഇൻറ്റീരിയർ വ്യൂ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. നമ്മൾ ഇവിടെ എൻ്റെ മോനെ നിസാൻ GT-R എനിക്ക് ഫിലറായി. ഇവിടെ നിന്ന് ഇങ്ങനെ ഞെക്കി. ഓ, ഇത് അത്യാവശ്യം കുഴപ്പമില്ല ഗൈസ്, തിരിച്ചു പോകണ്ടല്ലോ. പക്ഷേ GT-Rൻ്റെ വലിപ്പം ഇപ്പോൾ ഒരു മാതിരി കുഞ്ഞു വണ്ടി പോലെ, കളിപ്പാട്ട വണ്ടി. റീസ്റ്റാർട്ട്. നെക്സ്റ്റ് നമ്മുടെ സ്കൈലൈൻ. ഓ, സ്കൈലൈൻ ഗൈസ്. ഇത് അങ്ങനെ ആഡ് കഴിഞ്ഞ് നമ്മൾ തിരികണം നമ്മുടെ നിസാൻ സ്കൈലൈൻ. പക്ഷേ ഗൈസ്, ഇതിൻ്റെ മറ്റൊരു ബ്ലൂവും നടുക്കി കൂടെ ബ്ലൂവും പിന്നെ സിൽവർ കളർ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. പൊളി സാധനം ഇരിക്കുന്നു ഗൈസ്. ബ്രേക്ക് പിടിച്ചു തുടങ്ങട്ടെ. അയ്യോ ഗൈസ്, ഇത് റീസ്റ്റാർട്ട് അടിക്കേണ്ട വരും ഗൈസ്. റീസ്റ്റാർട്ട് അടിക്കാൻ പോലും. അങ്ങനെ ഗൈസ്, സ്കൈലൈനിൽ നമ്മൾ അടുത്താട് കഴിഞ്ഞെത്തി. പക്ഷേ സ്കൈലൈനിൽ നമുക്ക് ഒരു ചാൻസ് കൂടി കൊടുക്കും. പക്ഷേ നമ്മൾ ബ്രേക്ക് ഒരുമാതിരി ഇതായിപ്പോയി. ഓക്കെ, ഇനി ബ്രേക്ക് കൂടി തുടങ്ങാം. ഇപ്പോൾ ആണെങ്കിൽ കുഴപ്പമില്ല. നേരത്തെ ഭയങ്കരമായിട്ട്. ഓ, സ്കൈലൈൻ ഏത് സാധനം. റീസ്റ്റാർട്ട്. സ്കൈലൈൻ മാറ്റിയിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ടൊയോട്ട തുപ്ര MK4 ഗൈസ്. ഇതൊക്കെ ഓടിക്കാൻ ആഗ്രഹമുള്ളവർ പിന്നെ ഇത് കൊണ്ടൊക്കെ ആക്സിഡൻറ്റ്. അയ്യോ, വേണ്ട.
ആ എന്നാ പോട്ടെ, ഓണെങ്കിൽ പോട്ടെ. ഇതൊരു ഓരോ ചാൻസ് സ്കൈലൈനുള്ള സ്പീഡ് കുറച്ച് പോയോടെ, ഇത് കൺട്രോൾ ഇല്ലാത്തതുകൊണ്ടാണ്. ഇതിനൊരു ചാൻസ് കൊടുക്കാം വേണമെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് ഓടിക്കാൻ താല്പര്യമുള്ളതാണെങ്കിൽ ഈ ഗെയിം എടുക്കാം. എന്നിട്ട് ആക്സിഡൻറ്റിങ് വീഡിയോ ഒക്കെ വേണമെങ്കിൽ. അയ്യോ അയ്യോ, ഈ സൂപ്പർ കേസ് കൊടുക്കാമല്ലേ. ലാസ്റ്റ് വൺ ചാൻസാണ്, നിങ്ങളെന്നെ കുറ്റം പറയരുത്. സൂപ്പറിന് ഇഷ്ടമല്ലാത്ത ആളാണ്. ഓക്കെ, ചാൻസ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്കിനി എൻ്റെ ഫെയിലിയറായ പേര് നമുക്ക് വിട്ടു കൊടുക്കാം. പകുതി എത്തുമ്പോൾ കൊടുക്കാം. 1 2 3 4 സെറ്റ്. ഓ, അത്ര ചെറുപടിയൊക്കെ എത്രയാതാ. ഓ, സൂപ്പർ മാറ്റിയിട്ട് ഇപ്പോൾ അത് നമ്മുടെ മസ്താങ്. ഓ, സെറ്റ് കാണാൻ മോനെ, നമ്മുടെ മസ്താങ് കുട്ടാപ്പി. ആ ഓക്കെ, മസ്താങ്ങിന് പോയി കിട്ടി. നമ്മൾ വാട്ടർ ടെസ്റ്റ് ആണല്ലോ, നമ്മൾ വണ്ടീനെ കുറ്റം പറഞ്ഞതല്ല, ചുപ്രായി. ഗൈസ്, ഒരു പ്രത്യേകത ഉള്ള വണ്ടിയാണ് എൻ്റെ കയ്യിരിക്കുന്നത്. ഇതിൽ എൻജിനില്ല ഗൈസ്. യെസ് ഗൈസ്, കഴിഞ്ഞ വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വണ്ടി സർവൈവ് ചെയ്യുമോ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ? കുഴപ്പമില്ല. റിവേഴ്സ്. ഓ ഗൈസ്, ഈ വണ്ടി ആയിരിക്കും എനിക്ക് തോന്നുന്നത് വിൻ ചെയ്യുന്ന, ഫുള്ളായിട്ട് വിൻ ചെയ്തത്. റിവേഴ്സിലും വണ്ടി കയറി വന്നു. ഏതെന്ന് ഇങ്ങനെ പോണേ? വാട്ട് ഈസ് ദിസ്? ആ ഗൈസ്, വണ്ടി കുഴപ്പമില്ല, എന്നാലും കൊടുക്കണ്ട ഗൈസ്. ഈ വണ്ടി എനിക്ക് സർവൈവ് ചെയ്യാൻ തോന്നുന്നുണ്ട് ഗൈസ്. നമ്മുടെ ബ്രോൺകോയല്ലേ സർവൈവ് ചെയ്യാതെ എവിടെ പോവാൻ? ബ്രോൺകോ സർവൈവ് ചെയ്യോ? ഈ വണ്ടി സർവൈവ് ചെയ്യാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഗൈസ്. പ്രത്യേകിച്ച് കാരണം സർവൈവ് ചെയ്യാൻ ചാൻസ്, ബ്രോൺകോ സർവൈവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത് 2 ടയർ അവിടെ കിടക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. കുഴപ്പമില്ലല്ലേ? സർവൈവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ലംബോദരൻ സർവൈവ് ചെയ്യാൻ എനിക്ക് സംശയമുണ്ട്. സർവൈവ് ചെയ്യായിരിക്കും അല്ലേ? അത് നോക്കി ഇത് സർവൈവ് ചെയ്യാൻ നോക്കാം. അയ്യോ, നമ്മുടെ ബ്രോൺകോ സർവൈവ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ലംബോദരൻ അവിടെ പോവാൻ. കുഴപ്പമില്ല, എന്നാലും സ്പീഡ് കൂടി ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഉള്ളത് ഈ വണ്ടി എനിക്ക് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇതും നമ്മുടെ ഡോഡ്ജ് ഉണ്ട്, പോർഷെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ആഡ് ഗൈസ്, അങ്ങനെ നമ്മുടെ ആഡ് കഴിഞ്ഞിട്ട് നമ്മുടെ പോർഷെ ഇതെനിക്ക് സർവൈവ് ചെയ്യുന്ന ഒരു നിർബ്. എങ്ങനെ ഇരിക്കുന്നു? ശുഭദിനം. പോർഷെ റീസ്റ്റാർട്ട്. അയ്യോ അയ്യോ അയ്യോ, ഈ വണ്ടി ഒന്നും ഇങ്ങനെ. പോർഷയും സൂപ്പറിനെ പോലെ തന്നെയല്ലേ, പിന്നെ ബ്രേക്ക് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പോർഷെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഡൂ കമൻറ്റ്. റീസ്റ്റാർട്ട് അടിക്കാം, നമുക്ക് നെക്സ്റ്റ് വണ്ടി എടുക്കാം. ഓ ഗൈസ്, നമ്മുടെ മെക്ലാറുണ്ട് ഗൈസ്. മെക്ലാരൻ ഗൈസ്, നമ്മൾ മെക്ലാറുണ്ടെന്ന് പറഞ്ഞു വരുമ്പോൾ ഒരുമാതിരി മാറ്റമുള്ള പരിപാടി കാണിച്ചു ആഡ് വന്നു. നമ്മുടെ മെക്ലാരൻ കൊണ്ട് നമ്മൾ പറപ്പിക്കുക ഗൈസ്. ഇവിടെ 99. ഏത് സാധനം റീസ്റ്റാർട്ട്. മെക്ലാരൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ഫാമിലി കാറായിട്ട് എനിക്ക് തോന്നുന്നു. ഇത് റാലിക്കൊക്കെ ഉപയോഗിക്കും. റാലിക്ക് ഉപയോഗിക്കുക ഇല്ലെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ബെൻസിൻ്റെ ഒരു വണ്ടിയാണ്. ബെൻസിൻ്റെ ഏത് മോഡലാണെന്ന് എനിക്കറിയാം. ബ്രേക്ക്. സൂപ്പർ. റീസ്റ്റാർട്ട്. നമ്മുടെ ലംബോദരൻ്റെ ഒരു സൂപ്പർ എഡിഷൻ ഗൈസ്. ഇവിടെ തൊട്ടായി വണ്ടി പറക്കൂലോ. എടാ,
ഈ വണ്ടിക്കില്ല എഞ്ചിൻ. അമ്മേ ഗൈസ്, നമുക്ക് എക്സ്റേയിൽ നോക്കാം. എക്സ്റേയിൽ വണ്ടിയുടെ എഞ്ചിൻ കാണും. ഗൈസ്, ഈ വണ്ടിക്ക് എഞ്ചിനില്ല. അത് ഞാൻ എപ്പോഴാണ് അറിയണം? നമുക്കൊന്ന് അവിടെ നോക്കി നോക്കാം. ഇല്ല ഗൈസ്, ഈ വണ്ടിക്ക് എഞ്ചിനില്ല. ഓ, ദാറ്റ് ഈസ് ഇൻക്രെഡിറ്റബിൾ. പക്ഷേ അത് ഒറിജിനലായിട്ട് തോന്നില്ല ഗൈസ്. കാരണം എല്ലാ വണ്ടികൾക്കും എഞ്ചിനുണ്ട്. എഞ്ചിനില്ലാത്ത വണ്ടികൾ നോ ചാൻസ്. നമ്മുടെ BMW ഒരു സെഡാൻ മോഡൽ. ബ്രേക്ക് 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 ടിങ്. ഓക്കെ, നെക്സ്റ്റ് കേസ്. നമ്മുടെ ഒരു തീർന്നെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഈ വണ്ടി ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മുടെ ഈ വണ്ടി ഉണ്ട് ഗൈസ്. ഗൈസ് നമ്മളങ്ങനെ അടുത്തടുത്തി കഴിഞ്ഞു ഗൈസ്. നമ്മുടെ മോൺസ്റ്റർ വണ്ടി, യാ, നമ്മുടെ ട്രക്കിന് സ്പീഡൊന്നും ഉണ്ടാവില്ല. ആ ട്രക്കിന് ബ്രേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ഗൈസ്. ട്രക്ക് സർവൈവ് ചെയ്യോ? അല്ല ഗൈസ്, എന്തോ കുറച്ചൊരു മിസ്റ്റേക്ക് പോലെ. ഓ ഗൈസ്, നമ്മൾ ഒരു വണ്ടി വിട്ടുപോയി. ഇപ്പോഴോർത്ത് എന്തോ ഒരു വണ്ടി വിട്ടുപോയ പോലെ. അതെ ഗൈസ്, ഈ വണ്ടി നമ്മൾ വിട്ടുപോയി ഗൈസ്. ഓ ഷേ, അത് ഞാൻ ഈ ട്രക്കിൻ്റെ കാര്യം ഓർത്തപ്പോഴാണ് ഞാൻ ഓർത്തു, ഏതൊരു പഴയ വണ്ടി ഉണ്ടല്ലോ, ഇതൊരു പഴയ മോഡൽ വണ്ടിയാണ്. ഈ വണ്ടിക്ക് ബ്രേക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഗൈസ്? ഓ ഓ, ഇതെന്താ ഇങ്ങനെ? നമ്മൾ റീസ്റ്റാർട്ട് അടിച്ചു ഗൈസ്. അപ്പോൾ ഈ വണ്ടി വിട്ടുപോയന ഗൈസ്. നമുക്കിനി ആദ്യം മുതൽ പോവാം. അതായത് നമുക്കൊരു ഗൈസ് ഒരു പകുതി വണ്ടി നമുക്കൊരു ഓഫ് റോഡ് ടെസ്റ്റ് നടത്തിയാലോ? അപ്പോൾ ഗൈസ് നമുക്ക് ഓഫ് റോഡിൻ്റെ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. നമ്മളങ്ങനെ ഓഫ് റോഡ് ടെസ്റ്റിൻ്റെ അവിടെ എത്തി ഗൈസ്. ഇത് പകുതി എങ്കിൽ പകുതി, അല്ലെങ്കിൽ പകുതി ഇല്ല കിട്ടുക. ഇതിൽ 1 ചാൻസ് ഉള്ളൂ കേട്ടോ. ഇതിൽ ഓരോ ഇതൊന്നുമില്ല. നമ്മൾ സുപ്രയോടാണ് നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ് ഇത് ഓ ഓ ഓ ഫെയിൽ. അങ്ങനെ നമ്മൾ വണ്ടി എടുത്തിട്ടില്ല, പക്ഷേ ഇതിൽ കൂടെ കയറി അപ്പുറത്തെ കൂടെ അറിഞ്ഞു വരണം. ദാറ്റ് ഈസ് ടാസ്ക്. നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഇതൊന്നും കയറുമെന്ന് എനിക്ക് സംശയമാണ്. കയറുമെന്ന് പോലും ഇല്ല. ഇതിൽ അടിയൊക്കെ പെട്ടെന്ന് തട്ടും ഗൈസ്. അതുകൊണ്ടേക്ക് ഹെയ്റ്റ് ഉള്ള കൊണ്ടല്ല. ഇത് ഡോഡ്ജിൻ്റെ സെറ്റ്. നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ എൻ്റെ ഫ്രണ്ടിൽ ഒരു ഭണ്ഡാരം പോലത്തെ എഞ്ചിൻ സെറ്റ് തന്നെ പോണു. ഓ ഓ ഗൈസ്, മതി. ഇല്ല, അപ്പോൾ ശരിക്കും മതി. ഇല്ല ചേട്ടാ, ഇതെന്ത് ഇങ്ങനെ? ഓ, ഏത് സാധനം ചേട്ടാ. ഡോഡ്ജൊക്കെ സിമ്പിളായിട്ട് കടന്നു പോകുന്നു. പക്ഷെ എൻ്റെ ഡ്രൈവിംഗ് സ്കില്ല് കാരനാണ് പകുതി പോയത്. പക്ഷെ എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, നമ്മുടെ ഡോഡ്ജ് എത്തിയെന്ന് പറയുമ്പോൾ. ഇത്രയും അടി തട്ടണം വണ്ടി, പക്ഷെ എന്നിട്ട് എത്തി. അത് വിശ്വസിക്കാൻ കുറച്ച് പാടാണ് ഗൈസ്. ഇനി അത് ഡോഡ്ജ് എലിമിനാൻറ്റി നമ്മൾ മറ്റേ റെഡ് വണ്ടി അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യണം എൻ്റെ പേര്. ഡോഡ്ജിൻ്റെ അവസ്ഥ നോക്കിയോ?
ഗൈസ് ഗൈസ് ഗോയ്സ് വണ്ടി കയറുന്നില്ല ഗൈസ്. കയറ് ഗൈസ്, കയറി 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 കയറി. അങ്ങനെ വരാൻ സാധ്യതയില്ല ഗൈസ്. നീ എൻ്റെ കുഴപ്പമാണോ വണ്ടിയുടെ കുഴപ്പമാണോ എന്ന് സംശയമുണ്ട്. കയറ് 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 ഏട് ഗൈസ്. നമ്മുടെ റേഞ്ച് റോവർ ഫെയിലായി ഗൈസ്. നമ്മുടെ ജീവാഗൻ എനിക്ക് പ്രതീക്ഷയുണ്ട് ഗൈസ്. ഇതും കൂടി കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് 2 ബാക്കി വണ്ടി എടുക്കാം ഗൈസ്. ഓ നമ്മുടെ ജീവൻ കയറി ഗൈസ്. അങ്ങനെ രണ്ടാമത്തെ വണ്ടിയാണ് കയറി പോണത്. ഇഷ്ടംപോലെ വണ്ടികൾ. ഗൈസ് അടിയിലും ഒരു ഓഫ് റോഡ് ഉണ്ട്. അത് നമുക്ക് സമയം ഉണ്ടെങ്കിൽ പാർട്ട് 2 അല്ലെങ്കിൽ പാർട്ട് 3 ഇടാം. പാർട്ട് 2 അല്ലേ ഇത്, സോറി, പാർട്ട് 3 അല്ലെങ്കിൽ പാർട്ട് 4 ഇടാം. അതെ ഒരു വണ്ടി കൂടി ചെയ്തിട്ട് നമുക്ക് പോകാം ഗൈസ്. ഓ ഗൈസ് നെക്സ്റ്റ് വണ്ടി എടുക്കാം ഗൈസ്. നമ്മുടെ ജി ടി ആർ കയറുമെന്ന് എനിക്കൊരു വിശ്വാസം. നമുക്ക് ഇനി ബാക്കി പാർട്ട് അടുത്തതിലിടാം. നന്നായിട്ടുണ്ട്, സൂപ്പറുണ്ട്. അപ്പോൾ ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയ്ക്ക് ഞാൻ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളായിരിക്കും. അപ്പോൾ എക്സ് ഗെയിമിൻ്റെ ABV സൈനിങ് ഔട്ട്.